പപ്പ അങ്ങനെ ചെയ്യല്ലേ. എന്താ ഇവിടെ വെച്ചാൽ മതി, എടുക്കണ്ടേ? ഈ ഗ്യാസ് കുറ്റി എടുക്കുന്നതിന് മുന്നേ പപ്പ അറിയേണ്ട 4 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അതെന്ത് പറഞ്ഞുതരാം, നിങ്ങൾ പറഞ്ഞിരിക്കണം, വേഗം ഷെയർ ചെയ്തു. അപ്പൊ ഓരോ ഗ്യാസ് കുറ്റിയിലും ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പയറി ഡേറ്റ് ഗ്യാസിന്റെ അല്ല, ഈ കുറ്റിയുടെയാണ്. ഇവിടെ ഇപ്പൊ D30 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? ആ 30 എന്ന് പറയുന്നത് 2030 സൂചിപ്പിക്കുന്ന ഈ D എന്ന് പറയുന്നത് 12 മാസങ്ങളെ 4 ഡിവൈഡ് ചെയ്തിട്ട് ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ചാർട്ട് പോലെയാണ് D എന്ന് പറയുന്നത്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഗ്യാസ് കുറ്റിക്ക് മാത്രമല്ല, ഇതിൽ പിടിപ്പിക്കുന്ന ഹോസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിനകത്തൊരു കോഡ് കാണാൻ പറ്റും. അത് ഈ ആപ്ലിക്കേഷനിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആരും അങ്ങനെ ചെയ്യാറില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കണം. ഈ കാണുന്ന 3 നമ്പർ ഉണ്ടോ? ഈ നമ്പറിൽ മെസ്സേജ് കഴിഞ്ഞാൽ പപ്പ ഈ ഗ്യാസ് വാട്സപ്പിൽ ബുക്ക് ചെയ്യാൻ പറ്റും. പപ്പ ഏത് ഗ്യാസ് ആണോ ബുക്ക് ചെയ്യുന്നത് ആ ബ്രാൻഡിന്റെ നമ്പർ എടുക്കുക, അതിനകത്തോട് മെസ്സേജ് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, പപ്പ ആദ്യം ചരിച്ചെടുക്കാൻ നോക്കിയില്ലയോ? ശരിക്കും ഗ്യാസ് കുറ്റി എപ്പോഴും നമ്മുടെ ഈ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ ഇങ്ങനെ എടുക്കാവും. സംഭവം വേറൊന്നുമല്ല, ഇത് ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സേഫ്റ്റി വാൽവ് വഴി ഗ്യാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചരിച്ചാൽ ലീക്ക് ആവുന്നല്ല, ഏറ്റവും സേഫ് നേരെ വെക്കുന്നതാണ്. കീപ്പ് ചെയ്യുമ്പോഴും നേരെ തന്നെ കീപ്പ് ചെയ്യണം. സംഭവം എല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ധൈര്യമായിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല. മോൻ അവിടെ നില്ല, സേഫ്റ്റി ആയിട്ട് അങ്ങ് കൊണ്ടുപോകും. ഫോളോ ചെയ്താൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടന്റ്.